Hey guys, I'm Sharath. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 പോപ്പുലർ ആയിട്ടുള്ള എത്തിക്കൽ ഫണ്ടിനെ കുറിച്ചാണ് നോക്കുന്നത്. ടാറ്റ എത്തിക്കൽ ഫണ്ട്, ടോറസ് എത്തിക്കൽ ഫണ്ട്, പിന്നെ ന്യൂ ആയിട്ട് ലോഞ്ച് ചെയ്ത ക്വാണ്ടം എത്തിക്കൽ ഫണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫണ്ട്സ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇവരുടെ ഓവറോൾ പോർട്ട്ഫോളിയോ, അതുപോലെ തന്നെ ഇവർ ഏതൊക്കെ സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പിന്നെ ഇവർ തമ്മിൽ വല്ല ഓവർലാപ്സ് വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ സ്റ്റോക്സിൻ്റെ. പിന്നെ ഓൾറെഡി നിങ്ങൾ ഈ പറഞ്ഞ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി എന്തൊക്കെയായിരിക്കണം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആരെങ്കിലും വല്ല ഡൗട്ട്സോ ക്യൂറീസോ ഒക്കെ ഉണ്ടെങ്കിൽ, ലൈക്ക് ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടോ ഈ ഫണ്ട്സ് റിലേറ്റഡ് ആയിട്ടോ വല്ല ക്യൂറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓൾസോ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളോട് ക്യൂറീസ് ചോദിക്കാം. സോ ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് ഈ 3 ഫണ്ട്സിൻ്റെ ബേസിക് ഇൻഫർമേഷൻസ് നോക്കാം. സോ ഇപ്പോൾ ഞാൻ ഇവിടെ കമ്പയർ ചെയ്ത 3 ഫണ്ട്സാണ് ടാറ്റ എത്തിക്കൽ ഫണ്ട്, ടോറസ് എത്തിക്കൽ ഫണ്ട്, ക്വാണ്ടം എത്തിക്കൽ ഫണ്ട്. സോ ഇതിൻ്റെയൊക്കെ കാറ്റഗറിയാണ് സെയിം കാറ്റഗറീസ് ആണ് ഓൾ ദ 3. ദെൻ ഇൻസെപ്ഷൻ ഡേറ്റ് കാണുകയാണെങ്കിൽ ടാറ്റ എത്തിക്കൽ ഫണ്ട് 1996, ടോറസ് 2009, ക്വാണ്ടം എത്തിക്കൽ ഫണ്ട് റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത് 2024. സോ AUM വാല്യൂ നോക്കുന്ന സമയത്ത് 3,334 ഫോർ ടാറ്റ, 285 ഫോർ എത്തിക്കൽ ഫണ്ട്സ് ആൻഡ് 51.25 ഫോർ ക്വാണ്ടം എത്തിക്കൽ ഫണ്ട്സ്. NAV വാല്യൂ നോക്കുന്ന സമയത്ത് 380, 125 ആൻഡ് 9.8. പിന്നെ ഇവരുടെ റിസ്കോമീറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് റിസ്കോമീറ്റർ എല്ലാത്തിനും വെരി ഹൈ ആണ്. കാരണം ഇതെല്ലാം സ്റ്റോക്സിൽ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. മോസ്റ്റ് ഓഫ് ദ റേഷ്യോ സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നത്. സോ ദാറ്റ്സ് വൈ ദർ റിസ്ക് ഈസ് വെരി ഹൈ. പിന്നെ ബെഞ്ച് മാർക്ക് ഓൾ ദ 3 ഹാവ് ഷരിയ ബേസ്ഡ് ഓൺലി, ലൈക്ക് വൺ ഈസ് നിഫ്റ്റി, വൺ ഈസ് BSE ആൻഡ് അനദർ വൺ ഈസ് ഓൾസോ നിഫ്റ്റി, സെയിം ആസ് ടാറ്റ. ഫണ്ട് മാനേജേഴ്സ് നോക്കുവാണെങ്കിൽ ടാറ്റ എത്തിക്കൽ ഫണ്ടിൻ്റെ അഭിനവ് ശർമ്മ, ടോറസിൻ്റെ അനുജ് കപിൽ ആൻഡ് ഫോർ ക്വാണ്ടം എത്തിക്സ് ചിരാഗ് മേത്ത. ഇനി നമുക്ക് ഇതിൻ്റെ എക്സിറ്റ് ലോഡ്സ് നോക്കാം. എക്സിറ്റ് ലോഡ് നോക്കുന്ന സമയത്ത് ടാറ്റ എത്തിക്കൽ ഫണ്ട്സിന് 0.5% ഓഫ് NAV വാല്യൂ ഓൺ ഓർ ആഫ്റ്റർ 90 days. ഫോർ ടോറസ് ഇറ്റ് ഈസ് 1% ബിഫോർ 365 days. അതുപോലെ ക്വാണ്ടത്തിൻ്റെ എക്സിറ്റ് ലോഡ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ റിട്ടേൺസ് നോക്കുന്ന സമയത്ത്, ലൈക്ക് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത സെയിം ഓൾ പാറ്റേൺ തന്നെയാണ് ടാറ്റ, ടോറസ് ആൻഡ് ക്വാണ്ടം. സോ 6 monthsൻ്റെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ -5.57% ഫോർ ടാറ്റ, -5.15% ഫോർ ടോറസ് ആൻഡ് 0% ഫോർ ലൈക്ക് ദാറ്റ് അപ്ഡേറ്റ് ആയിട്ടില്ല ലൈക്ക് ക്വാണ്ടം. ഇപ്പോൾ ജസ്റ്റ് റീസെൻ്റ്ലി മാർക്കറ്റിലോട്ട് ലോഞ്ച് ചെയ്തതല്ലേ. അപ്പോൾ നമുക്ക് 1 monthൻ്റെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ 3.49 ഫോർ ടാറ്റ, 4.97 ഫോർ ടോറസ് ആൻഡ് 4.93 ഫോർ ക്വാണ്ടം എത്തിക്കൽ ഫണ്ട്. ഓൾസോ സിൻസ് ഇൻസെപ്ഷൻ എന്ന് വെച്ചാൽ ഫണ്ട് മാർക്കറ്റിലോട്ട് വന്ന ശേഷമുള്ള നമ്മൾ റിട്ടേൺസ് നോക്കുമ്പോൾ ടാറ്റ എത്തിക്കൽ ഫണ്ട് 15.85%, ടോറസ് 16.93%, ക്വാണ്ടം എത്തിക്കൽ ഫണ്ട് -2%. ആ ഫണ്ട് ജസ്റ്റ് മാർക്കറ്റിലോട്ട് ഇറങ്ങിയിട്ടുള്ളൂ. ഓൾസോ ഈ ഇയറിൻ്റെ സ്റ്റാർട്ടിംഗ് പീരീഡ് ഈ മ്യൂച്വൽ ഫണ്ട്സിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. അതുകൊണ്ടാണ് ക്വാണ്ടം എത്തിക്കൽ ഫണ്ട്സിൻ്റെ റിട്ടേൺ റേഷ്യോ കുറവായിട്ടിരിക്കുന്നത്. ഓൾസോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലോങ് ടേമിലാണ്, ലൈക്ക് 10 to 15 ഇയേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. എന്നാലേ നമ്മൾ അതിൽ ഇട്ട പൈസയ്ക്ക് നമുക്ക് മുതലാവുള്ളൂ. ലൈക്ക് അതിനനുസരിച്ചുള്ള റിട്ടേൺസും പ്രോഫിറ്റും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്യൂറീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്പർ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ തമ്മിലുള്ള മൾട്ടിപ്പിൾ ഓവർലാപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം, ഏതൊക്കെ സ്റ്റോക്സിലാണ് വരുന്നതെന്ന്. സോ ഇതൊക്കെയാണ് ഈ 3 സ്റ്റോക്സും തമ്മിലുള്ള ഓവർലാപ്പ് വരുന്ന സ്റ്റോക്സുകൾ വരുന്നത്. സോ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും കൂടുതൽ IT സെക്ടറിലുള്ള സ്റ്റോക്സുകളാണ്. നമുക്ക് കുറച്ച് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് നോക്കാം. ഇപ്പോൾ HCL ലിമിറ്റഡ് നോക്കുന്ന സമയത്ത് 3.44% ടാറ്റയിലാണ്, 1.5 ടോറസിലും 1.89% ക്വാണ്ടം എത്തിക്കൽ ഫണ്ട്സിലും. അതുപോലെ TCS നോക്കുന്ന സമയത്ത് 5.78 ടാറ്റ എത്തിക്കലിലും, ടോറസിൽ 3.75%, ക്വാണ്ടത്തിൽ 2.54%. അതുപോലെ ഇൻഫോസിസിൻ്റെ ആണെങ്കിൽ ടാറ്റയിൽ അലോക്കേറ്റഡ് അല്ല, ബട്ട് ഫോർ ടോറസിൽ 3.11%, ക്വാണ്ടത്തിൽ 2.4% ഉണ്ട്. ഇവർ തമ്മിലുള്ള ഓവർലാപ്പ് പെർസെൻറ്റേജ്, സ്റ്റോക്സിൻ്റെ ഓവർലാപ്പ് പെർസെൻറ്റേജ് നോക്കുന്ന സമയത്ത് ടാറ്റ എത്തിക്കൽ ഫണ്ടും ടോറസ് എത്തിക്കൽ ഫണ്ടിലും 24%, ടാറ്റയും ക്വാണ്ടവും 16.13%, ടോറസും ടാറ്റയും വെച്ച് നോക്കുമ്പോൾ 24.1, ടോറസും ക്വാണ്ടം നോക്കുമ്പോൾ 17.21,
Also for Quantum and Tata it is 16.13, like we discussed earlier. Quantum and Taurus it is 17.21%. അപ്പോൾ ഇങ്ങനെ ഓവർലാപ്പ് പെർസെൻറ്റേജ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് കാണും ഈ ഓവർലാപ്പ് പെർസെൻറ്റേജ് മാറ്റർ ചെയ്യുന്നുണ്ടെന്ന്. ലൈക്ക് നമ്മൾ റിസർച്ച് നടത്തിയിട്ട് ഇപ്പോൾ കറൻ്റ് നല്ലോണം പെർഫോം ചെയ്യുന്ന സ്റ്റോക്സ് ചിലപ്പോൾ ഈ ഫണ്ടിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇടും. ലൈക്ക് കോമൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ആക്കി ഇടുകയും ചെയ്യും. സോ അത് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ 10,000 റുപ്പീസ് ഉണ്ട്. ഞാനൊരു ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഞാനിത് കപ്പിൾ ഓഫ് ഫണ്ട്സിൽ സ്പ്ലിറ്റ് ചെയ്തിടും. ലൈക്ക് അതാണ് ഗുഡ് ഓപ്ഷൻസ്. ലൈക്ക് നമുക്കൊരു 60-40 അലോക്കേഷൻ പ്ലാൻ നോക്കാം. ബട്ട് നിങ്ങൾ ഓൾറെഡി ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് ഓൾറെഡി ടാറ്റയിലും ടോറസിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടോട്ടലി ഡിപ്പെൻഡ് അപ്പോൺ നമുക്ക് ഇനി എത്ര കൊല്ലത്തിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഡൗട്ട്സും ക്വറീസും എന്തായാലും നമുക്ക് വരും. അപ്പോൾ അതിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളെ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസിന് വേണ്ടി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ടാറ്റ എത്തിക്കൽ ഫണ്ടും ക്വാണ്ടം എത്തിക്കൽ ഫണ്ടിലും തമ്മിലുള്ള ഓവർലാപ്സ് നോക്കാം. ലൈക്ക് ഓവർലാപ്പ് പോർട്ട്ഫോളിയോ, ലൈക്ക് നമുക്ക് ഓവർലാപ്പ് പോർട്ട്ഫോളിയോ നോക്കാം. സോ ഇതാണ് ഫണ്ട് 1 എന്ന് പറയുന്നത് ടാറ്റ എത്തിക്കൽ ഫണ്ടും ഫണ്ട് 2 ക്വാണ്ടം എത്തിക്കൽ ഫണ്ട്സ് വന്ന്. സോ ഓവർലാപ്പ് പെർസെൻറ്റേജ് പറയുന്നത് ഓൺലി 16% ഉള്ളൂ. രണ്ടിലും കോമൺ വരുന്ന സ്റ്റോക്സ്. സോ ടോട്ടൽ സ്റ്റോക്ക് ഇൻ ടാറ്റ 66, ടോട്ടൽ സ്റ്റോക്സ് ഇൻ ക്വാണ്ടം ഇറ്റ് ഈസ് 46. അൺകോമൺ സ്റ്റോക്സ് 33 ഇൻ ക്വാണ്ടം, 53 ആണ് ടാറ്റ എത്തിക്കൽ ഫണ്ട്സിൽ. സോ രണ്ടിലും വരുന്ന കോമൺ സ്റ്റോക്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 13 ആണ്. 13 സ്റ്റോക്സ് ഉള്ളൂ രണ്ട് ഫണ്ട്സിലും കോമൺ ആയിട്ടിരിക്കുന്നത്. സോ ഇവിടെ താഴെ ആദ്യം കാണിക്കുന്ന സ്റ്റോക്സുകളൊക്കെയാണ് ഈ കാണിക്കുന്ന സ്റ്റോക്സുകളൊക്കെയാണ് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന സ്റ്റോക്സ്. HCL, കാസ്ട്രോൾ, ഇന്ത്യൻ, ഹീറോ മോട്ടോകോപ്പ് ഒക്കെ വരുന്നുണ്ട്. സോ കോമൺ സ്റ്റോക്സിൻ്റെ പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ 22% ടാറ്റയിലും 25.97% ആണ് ക്വാണ്ടത്തിന് വരുന്നത്. അതുപോലെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അൺകോമൺ സ്റ്റോക്സ് ആണ് കാണിക്കുന്നത്. ഇത് ഫുൾ അൺകോമൺ സ്റ്റോക്സ് ആണ്. സോ അറ്റ് ദ ബോട്ടം 69% ആണ് ടാറ്റയിലുള്ള അൺകോമൺ സ്റ്റോക്സിൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് ആൻഡ് 61 ഫോർ ക്വാണ്ടം എത്തിക്കൽ ഫണ്ട്സ്. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ക്വാണ്ടം എത്തിക്കൽ ഫണ്ടും ടോറസ് എത്തിക്കൽ ഫണ്ടിൻ്റെയും കോമൺ പോർട്ട്ഫോളിയോ, ഓവർലാപ്പ് പോർട്ട്ഫോളിയോ. അതിൽ 70% ആണ് പോർട്ട്ഫോളിയോ ഓവർലാപ്പ് വരുന്നത്. ഓൾസോ കോമൺ ആയിട്ട് 10 സ്റ്റോക്സ് ഉണ്ട്. ലൈക്ക് ടോറസിൽ ഓൾ ടുഗദർ 51 സ്റ്റോക്സ് ഉണ്ട്. അതിൽ 41 സ്റ്റോക്സും അൺകോമൺ ആണ്. 46 സ്റ്റോക്സിൽ 36 സ്റ്റോക്സും കോമൺ ആണ് ക്വാണ്ടം എത്തിക്കൽ ഫണ്ട്സിൽ. സോ ഇപ്പോൾ കാണുന്ന ആണ് കോമൺ സ്റ്റോക്സ്. അപ്പോൾ കോമൺ സ്റ്റോക്സിൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് നോക്കുന്ന സമയത്ത് 22.88% ആണ് ടോറസിലും 23.71% ആണ് ക്വാണ്ടം എത്തിക്കൽ ഫണ്ട്സിലും. അതുപോലെ അൺകോമൺ സ്റ്റോക്സ് ആണ് ഇപ്പോൾ താഴെ കാണുന്നത്. അതിൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് നോക്കുന്ന സമയത്ത് 63% ഫോർ ടോറസ് എത്തിക്കൽ ഫണ്ട്സും 63.56% ഫോർ ക്വാണ്ടം എത്തിക്കൽ ഫണ്ട്സും. അപ്പോൾ നിങ്ങൾ കണ്ടതാണ് ഈ 3 ഫണ്ട്സിൻ്റെ ഓവർലാപ്പ് പോർട്ട്ഫോളിയോസ്. ഈ ഓവർലാപ്പ് പോർട്ട്ഫോളിയോ മാത്രം വെച്ചാൽ നമുക്ക് ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര കാലത്തിനാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെ സ്റ്റോക്സിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, നിങ്ങൾക്ക് മന്ത്ലി റിട്ടേൺ ബേസിസിലാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതൊക്കെ മാറ്റർ ചെയ്യും. സോ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു ഫണ്ട് ചൂസ് ചെയ്തിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ 3 ഫണ്ട്സിൻ്റെയും ഫാക്ട് ഷീറ്റ്സ് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ക്വാണ്ടം എത്തിക്കൽ ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റ് ആണ്. സോ നിങ്ങളിപ്പോൾ കാണുന്നതാണ് ക്വാണ്ടം എത്തിക്കൽ ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റ്. സോ ഇത് ഞാൻ എടുത്തത് April 30th, 2025 സോ ഇതൊക്കെയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്സ് ഒക്കെ. സോ നമുക്ക് ഇൻഡസ്ട്രി അലോക്കേഷൻസ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. സോ ഇൻഡസ്ട്രി അലോക്കേഷനിൽ 16% ഏറ്റവും കൂടുതൽ IT സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ഓട്ടോമൊബൈൽസ്, പിന്നെ കൺസ്യൂമബിൾ ഡ്യൂറബിൾസ് അങ്ങനെയൊക്കെ പോകും. അതുപോലെ ഇനി നമുക്ക് അപ്പോൾ ഇതാണ് ക്വാണ്ടം എത്തിക്കൽ ഫണ്ടിൻ്റെ. ഇനി നമുക്ക് ടാറ്റ എത്തിക്കൽ ഫണ്ടിൻ്റെ ഷീറ്റ് നോക്കാം. സോ ഇതും സെയിം April 30th അടുത്താണ്. സോ ഇതിൻ്റെ മാർക്കറ്റ് അലോക്കേഷൻ, സെക്ടർ അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ IT-ലാണ് 16.7%, ഹെൽത്ത് കെയറിൽ 15% ആൻഡ് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിൽ 10% അങ്ങനെ പോകും. സോ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് നോക്കാം. സോ ടാറ്റ എത്തിക്കൽ ഫണ്ട് മാർക്കറ്റിലോട്ട് വന്നിട്ട് അത്യാവശ്യം ടൈം ആയിട്ടുണ്ടല്ലോ. സോ അവരുടെ SIP ബേസിസിൽ വെച്ചിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ലൈക്ക് 10,000 എവരി മന്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന റിട്ടേൺസും എത്ര വാല്യൂസും അതിൻ്റെ വാല്യൂ എത്രയാവുമെന്നും അവരതിൽ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് 30th April എടുത്തുകൊണ്ട് ആ ഡേറ്റ് വെച്ചിട്ടാണ് അവർ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇൻവെസ്റ്റഡ് എമൗണ്ട്സ് ലൈക്ക് 1 year, 3 year, 5 year, 10 year സിൻസ്. സോ നമ്മൾ തുടക്കത്തിൽ 10,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 6.80 crore ഉണ്ടാവും. ലൈക്ക് ഓൺലി ഇൻവെസ്റ്റഡ് എമൗണ്ട് വിൽ ബി 34 lakh rupees. ഇനി നമുക്ക് നെക്സ്റ്റ് ടോറസ് എത്തിക്കൽ ഫണ്ടിൻ്റെയും കൂടി ഫാക്ട് ഷീറ്റ് നോക്കാം. സോ അതിന് നോക്കുന്ന സമയത്ത് ഇതൊക്കെയാണ് പോർട്ട്ഫോളിയോ വരുന്നത്, ഏതൊക്കെ സ്റ്റോക്സ് ആണെന്നൊക്കെ. സോ അലോക്കേഷൻസ് നോക്കുന്ന സമയത്ത്
ഓയിൽ ആൻഡ് ഗ്യാസിലാണ് ഏറ്റവും കൂടുതൽ ലൊക്കേഷൻസ് പോയിരിക്കുന്നത്. പിന്നെ വരുന്ന സെക്ടർ IT സെക്ടർ, പിന്നെ ഹെൽത്ത് കെയർ, അങ്ങനെ പോകും. അപ്പോൾ ഇതാണ് ടാറ്റ ടോറസ് ആൻഡ് കോണ്ടത്തിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡാറ്റാസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓൾസോ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വല്ല ഡൗട്ടോ ക്യൂറീസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ലിങ്ക് ഉണ്ട്, ആ വഴി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുമോ. അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഡു സപ്പോർട്ട് us.